എല്ലാ കാലത്തും ഒരു പുതിയ തലമുറയും പഴയ തലമുറയും ഉണ്ട്. ഇപ്പം നാളെ നമ്മൾ ഓരോരുത്തരും പഴയ തലമുറയാണ് അല്ലെ, നാളെ വേറൊരു സമൂഹം ഉണ്ടാവും, അവിടെ നമ്മൾ പഴയ തലമുറയാണ്, പുതിയ തലമുറ വീണ്ടും പുതിയ ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മളെ പുതിയ തലമുറ എന്ന് പറയുന്നതിനോട് വലിയ എനിക്ക് അങ്ങനെ വേർതിരിവൊന്നും ഇല്ലാത്ത ആളാണ്. ഞാനിപ്പോ ജെൻസി ആണെന്നോ അല്ലെങ്കിൽ ഞാൻ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നോ ഒന്നും ഞാൻ വിചാരിക്കാത്ത ആളാണ്. എനിക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. പക്ഷെ അഭിപ്രായങ്ങൾ എല്ലാവരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പൊ പാർട്ടിയെ കഴിഞ്ഞു ഉപരി എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, പക്ഷെ പാർട്ടിയെ കഴിഞ്ഞും ഒക്കെ ഉപരി എനിക്കിങ്ങനെ സംസാരിക്കുന്ന കാര്യമുള്ള ചില നേതാക്കൾ ഉണ്ടായല്ലോ, അവർ പറയുന്നത് കാര്യം ഉണ്ടാവും, അങ്ങനെ കാര്യമുള്ള കാര്യം പറയുന്ന ആൾക്കാർ, എനിക്ക് അവരെ അങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്കിപ്പോ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിനിധി അങ്ങനെ പറയാനാണെങ്കിൽ ഇപ്പോ യൂത്തിലൊരു സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ ഒരു ചേട്ടനുണ്ട്, എം ശിവപ്രസാദ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. SFI സ്റ്റേറ്റ് പ്രസിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പക്ഷെ ആളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ സ്ഥിരം കാണുന്ന കേൾക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് എല്ലാ പാർട്ടിയിലും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഒരുപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രേക്കിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം. അപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ വേണം എന്നാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് മീനാക്ഷിയുടെ ഒരു അഭിപ്രായം? നാടിനെ നയിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. കാരണം എല്ലാ മനുഷ്യരും അവരവരുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പം സ്വഭാവ വൈകല്യങ്ങളായിരിക്കാം, സ്വഭാവ സവിശേഷതകളായിരിക്കും, അതിനെങ്ങനെയും നമുക്ക് വിവരിക്കാം. പക്ഷെ അതൊരിക്കലും ഒരാളുടെ ഒരു പൊളിറ്റിക്കൽ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഏതൊരാളെയും പോലെ എനിക്കും അതിനോട് താല്പര്യം. ഇപ്പൊ നിങ്ങളോട് എനിക്ക് വിയോജിപ്പുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളെ വെറുപ്പാണ്, അങ്ങനെ എനിക്ക് ആരെയും ഇല്ല. അപ്പൊ എനിക്ക് അഭിപ്രായ മാറ്റങ്ങളൊക്കെ എല്ലാ ആൾക്കാരുമായിട്ടുണ്ടായിരിക്കും. പക്ഷെ വീണ മാമിനെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എന്നോട് നന്നായി സംസാരിക്കുന്നത് കൊണ്ടല്ല, എല്ലാ കുട്ടികളോടും അവര് നന്നായി സംസാരിക്കാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കുട്ടികൾ എപ്പോൾ അടുത്ത് വന്നാലും ഏതൊരു കാര്യം പറഞ്ഞാലും വളരെ നന്നായി സംസാരിക്കുന്ന, അതിന് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. മീനാക്ഷി മീനൂട്ടിയിൽ നിന്ന് മീനാക്ഷിയിലേക്കൊരു മാറ്റം, നമുക്ക് തന്നെ അത് നന്നായി കാണുന്നുണ്ട്. മീനാക്ഷിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, തന്റേതല്ലാത്ത കാരണത്താൽ പ്രായമായി എന്നതല്ലാതെ. അന്നത്തെ കഴിഞ്ഞും പണ്ട് സ്ക്രീനിലൊക്കെ കാണുന്നതിനെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്തായാലും ഒരു 9-10 വയസ്സൊക്കെ ആണല്ലോ. അപ്പൊ അതിൽ നിന്നൊരു ടീനേജ് ഒക്കെ കഴിഞ്ഞു. അതിന്റെ മാറ്റങ്ങളല്ലാതെ ഇനി അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങൾ പ്രേക്ഷകർ കാണുമ്പോഴേ മീനൂട്ടിയിൽ നിന്ന് മീനാക്ഷിയിലേക്ക് കുറച്ചും കൂടി പക്വത വന്നു. അതിനെ കുഞ്ഞിലെ തൊട്ട് കാണുകയാണല്ലോ, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് കേൾക്കുമ്പോ എനിക്ക് സന്തോഷമാണ്. നല്ല രീതിക്കുള്ള മാറ്റമാണ് എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം. വ്യക്തത ഉണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പം സിനിമയിൽ അത്യാവശ്യം നിലവിലെ സിനിമ നമ്മൾ നോക്കുന്ന സമയത്ത് സിനിമയിൽ അത്യാവശ്യം നിലപാട് പറയാൻ ഒരു മടിയില്ലാത്തൊരു കുട്ടിയാണ് മീനാക്ഷി. ഞാനതിനെല്ലാം സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് നോക്കി കാണുന്നത്. എനിക്ക് എല്ലാ കാര്യത്തിനോടും അങ്ങനെ കൃത്യമായിട്ടുള്ള ഈ പറയുന്ന നിലപാടുകളോ അഭിപ്രായങ്ങളോ ഒന്നും അങ്ങനെ ഞാനിത് പറയണം എന്ന് ആഗ്രഹിച്ച് പറയുന്ന ആളല്ല. എനിക്കെന്ന് പറയാൻ തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും ആവശ്യപ്പെടുന്ന സമയത്ത്, ഈ പറയുന്ന ഇന്റർവ്യൂസ് ആയിട്ടോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിങ്ങനെ എടുത്ത് സംസാരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനങ്ങനെ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. അങ്ങനെ എൻ്റെ എല്ലാ പ്രായത്തിലും ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് സിനിമകളും കുറച്ച് കഥാപാത്രങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് ഇതിനു വേണ്ടിയുള്ളൊരു എല്ലാവരുടെയും കാര്യത്തിലൊരു അഭിപ്രായമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളതില്ല. ഞാൻ ചെയ്ത സ്ഥലങ്ങളിലും ഞാൻ നിന്ന സ്ഥലങ്ങളിലും എനിക്കങ്ങനെ മോശം ഒരു അഭിപ്രായമോ അല്ലെങ്കിൽ മോശം ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കത് ഉണ്ടാവാത്തത് കൊണ്ട് ആർക്കും അത് ഉണ്ടാവാതിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ നേരിടേണ്ട ഒരവസ്ഥയോ അങ്ങനെയൊന്നും എനിക്കിതുവരെ അങ്ങനെ എനിക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മോശം പറയാനില്ല ഈ ഫീൽഡിനെ. എനിക്ക് എന്നെ സംബന്ധിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ട് ആർക്കും അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ദളിത് പൊളിറ്റിക്സ് സംസാരിക്കുന്ന ആളുകൾ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടുന്ന ഒരു സമയം കൂടിയാണ്. മീനാക്ഷി ആണെങ്കിൽ ദളിത് പൊളിറ്റിക്സിനെ കുറിച്ചിട്ടൊക്കെ പോസ്റ്റ് ഒക്കെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അപ്പം മീനാക്ഷി ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണത്? ഇല്ല, ഞാൻ അതിനൊന്നും സൈബർ ബുള്ളിങ് ആയിട്ട് കാണാറേ ഇല്ല. ഇത് സോഷ്യൽ മീഡിയ ആണെന്നും എന്റെ അഭിപ്രായം ഉള്ളവരും ഇല്ലാത്തതും ഇത് കാണുന്നുണ്ടെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത്. എന്റെ അഭിപ്രായത്തോട് യോജിപ്പും വിയോജിപ്പുള്ള ആൾക്കാരെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോഴാണല്ലോ അതൊരു അഭിപ്രായമാകുന്നത്. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ ചേച്ചിക്ക് ഇതിനോട് ചിലപ്പോൾ എന്നോട് ചേർച്ചയായിരിക്കാം, ചിലപ്പോൾ ചേർച്ചക്കുറവുണ്ടായിരിക്കാം. അതൊക്കെ വളരെ സ്വാഭാവികമാണ്. അപ്പൊ അതൊക്കെ പറയുന്നതിനെ ഞാൻ ഒരിക്കലും മോശമായിട്ട് കാണുക അല്ലെങ്കിൽ അതിനെയൊക്കെ വളരെ നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. അതൊന്നും ഒരിക്കലും എന്റെ പേഴ്സണൽ ലൈഫിനെയോ അല്ലെങ്കിൽ എന്നെയോ എന്റെ വ്യക്തിത്വത്തെ ഒന്നും ബാധിക്കുന്ന ഒരു കാര്യമേ അല്ലത്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മീഡിയ ആണ്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം കാണുന്ന ഒരു സ്ഥലമല്ല ഇത്.
അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇടുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിൽ തന്നെ ഞാൻ ഇടുന്നത്. പിന്നെ ഞാൻ ദളിത് പൊളിറ്റിക്സ് അല്ല സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എപ്പോഴും ഒരു തെറ്റിദ്ധാരണയെ പറ്റിയും അത് മാറ്റേണ്ട ആവശ്യകതയെ പറ്റിയും ഒക്കെയാണ്. ഞാനൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് സ്കൂളിൽ ഉൾപ്പെടെ പഠിക്കാനുള്ള ഒരു കാര്യത്തെ പറ്റി അതൊരു ചെറിയ തെറ്റിദ്ധാരണയായിരിക്കാം, ആരായാലും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പക്ഷെ അതങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനെ കൃത്യമായ അർത്ഥം പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചരിത്രം അറിയാന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞു പോയ കാര്യത്തെയാണ് നമ്മൾ ചരിത്രം എന്ന് രേഖപ്പെടുന്നത്. അപ്പം നമുക്ക് മുന്നേ കഴിഞ്ഞത് എന്താണോ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നമ്മുടെ ചരിത്രമാണ്. നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, സമൂഹത്തെ വ്യക്തമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ആ ചരിത്രം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അറിഞ്ഞിരിക്കുമ്പോൾ ഇതിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഭാഗമാണിത്. ഇതിന്റെ കൃത്യമായി ദളിത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് അതൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇപ്പം ഞാനും ചേച്ചിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിന് ഇത് കുറച്ചുകൂടി ഒരു വ്യക്തത ഉണ്ടാവും. ഇത് ഇങ്ങനെ തന്നെയാണോ, അതെയോ ഇങ്ങനെ ആക്കപ്പെട്ടു പോയ കുറച്ച് ആൾക്കാരാണോ, ഇത് കുറെ ഉരുത്തിരിഞ്ഞ് വന്ന ആളുകൾ എന്നാണ് ദളിത് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് തപ്പി കണ്ടുപിടിച്ചോണ്ടാണ് എനിക്കത് കിട്ടിയത്. അല്ലാതെ ഒരിക്കലും പറയുന്ന കൂട്ടത്തിൽ ഇത് പറഞ്ഞു പോകുന്നില്ല എവിടെയും. അപ്പം അങ്ങനെ ഒരു അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇതൊരു ചർച്ചയോ എന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പോ ഒന്നുമില്ല. ഇപ്പം ഈ ജെൻസി ക്യാമ്പസിനെയും കൂടി പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജെൻസി ക്യാമ്പസ്. പക്ഷെ ഞാൻ ഒരു 90s കിഡ്സാ. ഞങ്ങൾ ഈ ജെൻഡർ കാഴ്ചപ്പാട് കുറച്ചും കൂടി വിശാലതയായിട്ട് തോന്നിയിട്ടില്ല ഈ ജെൻസി ക്യാമ്പസിൽ. അതായത് ഞങ്ങളൊക്കെ ഇപ്പൊ ട്രാൻസ്ജെൻഡർ അവരെ കാണുമ്പോൾ തന്നെ നമ്മളുടെയൊക്കെ കാലഘട്ടത്തില് അവരെ ചാന്തുപൊട്ടെന്ന് വിളിക്കുക, അങ്ങനെ ഒരു ഷെയ്മിങ് നടക്കുന്നൊരു, നമുക്കതറിയില്ല, നമ്മുടെ ഒരു സ്വാഭാവികത പോലെ നമ്മൾ ചെയ്തൊരു സാധനമാണ് നമ്മുടെ ക്യാമ്പസുകളൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ ജെൻസി ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾക്ക് എന്താണ് വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തത ഉണ്ട് എന്നുള്ളത് തോന്നിയിട്ടില്ല. വിദ്യാഭ്യാസത്തിന്റെയാണ് ഒരു പരിധിവരെ. അത് മാത്രമല്ല, നമുക്കിതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഇതൊരാളുടെ ചുമ്മാ ഒരാൾക്ക് വെറുതെ ഇരിക്കുമ്പം ഞാൻ നാളെ ട്രാൻസ്ജെൻഡർ ആവാം എന്ന് തോന്നുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ സെക്ഷുവാലിറ്റി കുറച്ച് മാറ്റിയേക്കാം, ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ ബോറടിച്ചു എന്ന് പറഞ്ഞ് തോന്നുന്ന ഒരു സില്ലി കാര്യമല്ല അത്. അവര് അനുഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരേത് ജെൻഡർ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മളെപ്പോലെ തന്നെ അവകാശമുള്ള, സമൂഹത്തിൽ അവകാശമുള്ള ആളുകളാണ്. അപ്പം എല്ലാ കാലത്തും ഒരു പുതിയ തലമുറയും പഴയ തലമുറയും ഉണ്ട്. ഇപ്പം നാളെ നമ്മൾ ഓരോരുത്തരും പഴയ തലമുറയാണ് അല്ലേ, നാളെ വേറൊരു സമൂഹം ഉണ്ടാവും, അവിടെ നമ്മൾ പഴയ തലമുറയാണ്, പുതിയ തലമുറ വീണ്ടും പുതിയ ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മളെ പുതിയ തലമുറ എന്ന് പറയുന്നതിനോട് വലിയ എനിക്ക് അങ്ങനെ വേർതിരിവൊന്നും ഇല്ലാത്ത ആളാണ്. ഞാനിപ്പോ ജെൻസി ആണെന്നോ അല്ലെങ്കിൽ ഞാൻ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നോ ഒന്നും ഞാൻ വിചാരിക്കാത്ത ആളാണ്. എനിക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. പക്ഷെ അഭിപ്രായങ്ങൾ എല്ലാവരുടെയും വ്യത്യസ്തമായിരിക്കും. അപ്പൊ പണ്ട് നമുക്കറിയാം, ഒത്തിരി പണ്ട് കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെയും ഇതേ മനോഭാവത്തോടു കൂടിയാണ് അന്നത്തെ സമൂഹം കണ്ടിരുന്നത്. ഈ പറയുന്ന വസ്ത്രധാരണത്തിനുൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം പറയുമ്പോഴും ഒക്കെ അവരെ കാണുന്നത്. പക്ഷെ വ്യക്തമായിട്ട് നമുക്ക് ഇവരെന്തുകൊണ്ട് ഇങ്ങനെയാവുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ, അങ്ങനെ ആലോചിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒട്ടും കുഴപ്പമില്ലാത്ത ഒരു വ്യത്യാസവും നമുക്ക് അവരിൽ കാണാൻ പറ്റില്ല. പ്രത്യേകിച്ചൊന്നും എനിക്ക് എന്നിൽ നിന്നൊരു വ്യത്യാസം അവരുടെ അടുത്ത് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും മനുഷ്യരാണ്. അവരുടെ സെക്ഷുവാലിറ്റി ബേസ് ചെയ്ത് നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജെൻഡർ എന്താണ് എന്ന് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് നിങ്ങളുടെ അഭിപ്രായം മാത്രം അറിഞ്ഞാൽ മതി. അതിന് നിങ്ങളുടെ ജെൻഡറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യവും എനിക്ക് മാറ്റർ ചെയ്യുന്ന വിഷയമല്ല. ഇപ്പം മീനാക്ഷിയുടെ ഒരു കാലഘട്ടം, മീനാക്ഷി പറഞ്ഞ ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നു കൗമാരം കഴിഞ്ഞു. അപ്പൊ മീനാക്ഷിയുടെ ഇപ്പൊ ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ഇപ്പുറം നമ്മൾക്ക് മീനാക്ഷിയുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പൊ പവർ കട്ട്, എന്റെയൊക്കെ ചെറുപ്പത്തില് 1 മണിക്കൂർ എന്തായാലും പവർ കട്ടാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ ഒരുപാട് നമ്മുടെ ജീവിത രീതിയിൽ കുറച്ചും കൂടി പ്രിവിലേജ് വന്നു. അതിനെങ്ങനെയാണ് മീനാക്ഷി കാണുന്നത്? എനിക്ക് സന്തോഷം. അതായത് ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്നതിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. അതെല്ലാ കാര്യത്തിലും, വിദ്യാഭ്യാസ രംഗത്തായാലും ഒക്കെ. ഇപ്പൊ ഞാൻ ഡിഗ്രിയാണ് പഠിക്കുന്നത്. എനിക്ക് 4 ഇയർ കോഴ്സ് ഞാൻ ചേരുന്ന വർഷമാണ് 4 ഇയർ കോഴ്സ് നിലവിൽ വരുന്നത്, ഹോണേഴ്സ് നിലവിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വിഷയം എന്തും എടുത്ത് പഠിക്കാം എന്നുള്ളൊരു സ്റ്റേറ്റ് വരുന്നത് ഒരു പരിധി വരെ എനിക്കത് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മേഖല തന്നെയാണ്. അങ്ങനെ പല കാര്യത്തിലും, വിദ്യാഭ്യാസ രംഗത്തായാലും ഏതൊരു സൈഡിൽ നിന്ന് ഞാൻ നോക്കുമ്പോഴായാലും നമുക്ക് തൃപ്തിയായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടാണ് നടക്കുന്നത്, എല്ലാ കാലത്തെയും പോലെ തന്നെ. പിന്നെ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിവ് കിട്ടാൻ ഭയങ്കര എളുപ്പമുള്ളൊരു സമൂഹത്തിലേക്കാണ് നമ്മളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ എനിക്ക് ഫോണിലിരുന്ന് എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക്
റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ എനിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തരം ചോദ്യങ്ങളും ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു സമൂഹത്തിലും കൂടെ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല കുറച്ചു കാലം മുന്നേ ഇതിങ്ങനെ തന്നെ ആയിരുന്നു എന്ന്. എൻ്റെ ചോദ്യം വെറുതെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉത്തരം തരാൻ നമുക്ക് ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളിത് എവിടെ ചോദിക്കണം എന്നൊന്നും അറിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ വരുമ്പോൾ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഇത്രയും ആക്റ്റീവാണ്. ഇപ്പം നമുക്ക് നോക്കിയാൽ പൊളിറ്റീഷ്യൻ ആൾക്കാർ പോലും അവരൊക്കെ ഇതിൽ ഭയങ്കര ആക്റ്റീവാണ്. അപ്പൊ എല്ലാവരും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായം കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു കാര്യമാണ്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പം മീനാക്ഷിക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ആരാണ്? അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എനിക്ക് അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ രീതി അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ന്യൂസ് ഒക്കെ കേൾക്കും. എനിക്ക് ഒന്നാമത് പാർട്ടിയെ കഴിഞ്ഞും ഉപരി എന്ന് വെച്ചാൽ കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, പക്ഷെ പാർട്ടിയെ കഴിഞ്ഞും ഒക്കെ ഉപരി എനിക്കിങ്ങനെ സംസാരിക്കുന്ന കാര്യമുള്ള ചില നേതാക്കൾ ഉണ്ടായല്ലോ, അവർ പറയുന്നതിൽ കാര്യം ഉണ്ടാവും. അങ്ങനെ കാര്യമുള്ള കാര്യം പറയുന്ന ആൾക്കാർ, എനിക്ക് അവരെ അങ്ങനെയുള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്കിപ്പോ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിനിധി അങ്ങനെ പറയാനാണെങ്കിൽ ഇപ്പോ യൂത്തിലൊരു സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ ഒരു ചേട്ടനുണ്ട്, എം ശിവപ്രസാദ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. SFI സ്റ്റേറ്റ് പ്രസിഡന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പക്ഷെ ആളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ സ്ഥിരം കാണുന്ന കേൾക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് എല്ലാ പാർട്ടിയിലും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഒരുപാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രേക്കിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയം. അപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ വേണം എന്നാണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് മീനാക്ഷിയുടെ ഒരു അഭിപ്രായം? നാടിനെ നയിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. കാരണം എല്ലാ മനുഷ്യരും അവരവരുടേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പം സ്വഭാവ വൈകല്യങ്ങളായിരിക്കാം, സ്വഭാവ സവിശേഷതകളായിരിക്കും, അതിനെങ്ങനെയും നമുക്ക് വിവരിക്കാം. പക്ഷെ അതൊരിക്കലും ഒരാളുടെ ഒരു പൊളിറ്റിക്കൽ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഏതൊരാളെയും പോലെ എനിക്കും അതിനോട് താല്പര്യമില്ല. അപ്പൊ അത് ആയിരിക്കില്ലല്ലോ ഒരിക്കലും ഭരണം നടപ്പിലാവുക. അപ്പോൾ അങ്ങനെ ഒരിക്കലും പാടില്ല. നല്ല ഭരണം വരണം, അല്ലെങ്കിൽ നന്നായി ഭരിക്കുന്ന ആൾക്കാരാവണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവരുടെ സ്വഭാവം പേഴ്സണലി അവരെങ്ങനെയാണെന്നോ അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നോ എനിക്കതിനെ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ നന്നായി ഭരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നന്നായി ഭരണം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന നമുക്കുള്ള ലോയും കാര്യങ്ങളും ഒക്കെ കൃത്യമായി നിയന്ത്രിക്കാനും കൃത്യമായി മാറ്റാനും ആക്കാനും ഒക്കെ പറ്റുന്ന ആളുകളിൽ വരണം. സ്വയം നവീകരിച്ച് തെറ്റൊക്കെ അങ്ങനെ എപ്പോഴും നമുക്കൊരു മാതൃകയാവേണ്ട ആൾക്കാരാവണം. മാതൃക എന്നതിലുപരി നമുക്ക് മാതൃകയാവാന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം അച്ചടക്കമുള്ള ആൾക്കാരായിരുന്നു. നമുക്ക് ഇതിനെ പ്രത്യേകിച്ച് മാതൃകകളുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായി ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നന്നായാണ് ഇരിക്കുന്നത്, ഞാൻ നമ്മുടെ ഇവിടെ നടക്കുന്ന നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുന്ന ഒരാളാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ എനിക്ക് അവിടെ വേറെ മാതൃകാ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ഒരു നേതാവ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ആ പൊസിഷനിൽ അവരെ ഇരുത്താൻ കാരണം ചില പ്രത്യേക കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി ചെയ്യുന്ന ഒരാളായിരിക്കണം. അത്രയേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം വീണ ജോർജിന്റെ ഒരു ഇത് കണ്ടപ്പം വീണ ജോർജ് ഇപ്പൊ നിലവിലുള്ള മന്ത്രിസഭയിലെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന ഒരു മന്ത്രിയാണ് വീണ ജോർജ്. അവർ സ്ത്രീ ആയതുകൊണ്ടോ എന്താണെന്നറിയില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും മീനാക്ഷി അവരെ കുറിച്ച് നല്ലത് പറയുന്നു, ധൈര്യത്തോടെ പറയുന്നു. അപ്പൊ മീനാക്ഷിക്ക് അങ്ങനെ പറയാൻ തോന്നിയ ഒരു പ്രചോദനം എന്താണ്? എനിക്കതിന് പ്രത്യേകിച്ച് ഒരു പ്രചോദനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഞാൻ മറ്റ് വിമർശനങ്ങളൊന്നും കേട്ടിട്ടല്ല ഒരാളെ പറ്റി നല്ലത് പറയുന്നത്. ഇപ്പം നമുക്ക് സംസാരിക്കുമ്പോഴും അവരതിനിടുന്ന എഫേർട്ടും അവർ പേഴ്സണലി നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനമാണ്. ഞാൻ വീണ മാം വന്ന സമയത്ത് നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു കുറച്ച് നാളായിട്ട് ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് ഈ മുണ്ടിനീര് എന്ന് പറയുന്ന അസുഖം, മംസ് എന്ന് പറയില്ലേ, അപ്പൊ ഈ മംസ് ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുന്നു. ഞാൻ അവിടുത്തെ സ്കൂളുകളൊക്കെ അടച്ചിടാൻ തുടങ്ങുന്നു. എനിക്കറിയില്ല ഈ സൈഡിലോട്ടൊക്കെ അത്ര അടച്ചിട്ടു. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അപ്പൊ ആർക്കും അറിയില്ല, അവിടുത്തെ ഹെൽത്തിലെ ആൾക്കാർക്ക് പോലും കൃത്യമായിരുന്ന ഇത് വന്നതിന് ശേഷം എന്ത് ചെയ്യണം. ഇത് മുണ്ടിനീര് ആക്ച്വലി ഇത് ഒരു സൈഡ് വീർത്തു വരും എന്നുള്ളതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ അതൊരു സിവിയർ പ്രശ്നമാണ്. അതാ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അവരെ വളരെയധികം അവരുടെ ഭാവിയിലേക്കും ഒക്കെ എഫക്ട് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ മംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഉള്ളൊരു കൃത്യമായ ധാരണ ആർക്ക്, ഇത് എന്ത് ചെയ്യണം ഇതിനു വേണ്ടി, അല്ലെങ്കിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഈ മംസിന്റെ വാക്സിൻ
അവൈലബിൾ ആണ്, അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്റെ അമ്മ ഇങ്ങനെ മറ്റേ വാക്സിന്റെ പുസ്തകം എടുത്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി നിനക്കത് എടുത്തിട്ടില്ല കേട്ടോ, നിനക്കെന്തും പനിയായിരുന്നു, അതുകൊണ്ട് നിനക്കത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഹെൽത്ത് ചോദിക്കുമ്പോഴും ഇത് ഈ പ്രായത്തിൽ ഇനിയിപ്പോ എനിക്ക് 20 വയസ്സുണ്ട്, അപ്പൊ 20 വയസ്സിൽ ഇത് കുഞ്ഞു പ്രായത്തിൽ നിന്ന് 8 മാസത്തിലോ അങ്ങനെ എന്തോ എടുക്കേണ്ടതാണ്. മംസിന്റെ പ്രായം കറക്റ്റ് എനിക്കറിയില്ല, അങ്ങനെ എന്തോ അത്രയും ചെറിയ വയസ്സിലേ നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പൊ ഇനിയിപ്പോ എടുക്കാൻ പറ്റുമോ, ഇതിന് എഫക്റ്റീവ് ആവും, എന്തായാലും വാക്സിനേഷൻ അല്ലേ, ഇമ്മ്യൂൺ സിസ്റ്റം വെച്ചിട്ടാണല്ലോ ഇത് വരിക. അപ്പൊ ഇത് നമ്മൾ ഇനി എടുത്തത് കൊണ്ട് കാര്യമുണ്ടോ എന്ന് നമുക്കൊരു സംശയമാണ്. അപ്പൊ ഇത് ആരുടെ അടുത്ത് ചോദിക്കുമ്പോഴും ക്ലിയർ ആവുന്നില്ല, ഇത് എന്ത് ചെയ്യണം, ഇത് നമ്മൾ എടുക്കണമാണോ വേണം. പക്ഷെ അച്ഛൻ പറഞ്ഞു എന്തായാലും പോയി എടുക്കാം. എന്നിട്ട് എന്റെ അച്ഛനും കൊച്ചച്ഛനും ഞങ്ങൾ എല്ലാവരും പോയി മംസിന്റെ വാക്സിനേഷൻ എടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഈ മാമിന്റെ അടുത്ത് ചോദിച്ചു, മാം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് ഇപ്പൊ ഈ വാക്സിനേഷനെ പറ്റി ആരും അത്ര ബോധമല്ല. ശരി, നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇനിയിപ്പോ ഈ പ്രായത്തിൽ എടുക്കാൻ പറ്റുമോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും പറഞ്ഞു തരുന്നത് പോലെ തന്നെ മാം അവിടെ ഇരുന്നിട്ട് വളരെ കൃത്യമായിട്ട് ഇന്നത് കാരണമാണ് മംസിന് വരുന്നത്. ഈ MMR വാക്സിൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് ഇപ്പൊ അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസേ ഉള്ളൂ. പക്ഷെ ഉറപ്പായിട്ടും അത് ഉടനെ തന്നെ നമ്മുടെ നാട്ടിലും വരും. അതിന് മുന്നേ ഇങ്ങനെ ഉണ്ടായിരുന്ന ഇപ്പം അടുത്തൊരു വാക്സിൻ വന്നിട്ടുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അതിന്റെ പേരറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ വളരെ ചെറിയ കുട്ടികൾക്ക് നട്ടലിനെ ബാധിക്കുന്ന ഒരു അസുഖമുണ്ട്, അത് ഭയങ്കര സിവിയർ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിന്റെ വാക്സിനൊക്കെ ഇപ്പം നിലവിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് വിമർശിക്കാനും നമുക്ക് പറ്റില്ലല്ലോ. ഓക്കെ, എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. വിമർശനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിപ്പം ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം വരുമ്പോഴല്ലേ അവരതിനെപ്പറ്റി കൂടുതൽ ബോധേഡാവും, അല്ലെങ്കിൽ അവരത് കൂടുതൽ ചെയ്യും. നമുക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങളുള്ള ആളാണ്, അങ്ങനെ എനിക്കും ഉണ്ട് അഭിപ്രായങ്ങൾ. പക്ഷെ എനിക്ക് നിങ്ങളോട് എനിക്ക് വിയോജിപ്പുള്ളത് കൊണ്ട് എനിക്ക് നിങ്ങളെ വെറുപ്പാണ്, അങ്ങനെ എനിക്ക് ആരെയും ഇല്ല. അപ്പൊ എനിക്ക് അഭിപ്രായ മാറ്റങ്ങളൊക്കെ എല്ലാ ആൾക്കാരുമായിട്ടുണ്ടായിരിക്കും. പക്ഷെ വീണ മാമിനെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. എന്നോട് നന്നായി സംസാരിക്കുന്നത് കൊണ്ടല്ല, എല്ലാ കുട്ടികളോടും അവര് നന്നായി സംസാരിക്കാതെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കുട്ടികൾ എപ്പോൾ അടുത്ത് വന്നാലും ഏതൊരു കാര്യം പറഞ്ഞാലും വളരെ നന്നായി സംസാരിക്കുന്ന, അതിന് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇപ്പം മീനാക്ഷി പറഞ്ഞു, മീനാക്ഷി മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറയുണ്ടായി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടൻ പൃഥ്വിരാജാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന്. അത് എങ്ങനെയാണ് പൃഥ്വിരാജ് എടുക്കുന്ന നിലപാടുകളോടാണോ, അല്ല ഇങ്ങനെ ഒരു ആക്ടർ എന്ന നിലയിലാണ്, എങ്ങനെയാണ് മീനാക്ഷി? ഒന്നുമല്ല, അത് വളരെ ചെറുപ്പം തൊട്ട് വന്നു കൂടിയ ഒരു ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയും, ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൃഥ്വിരാജ്. ആ സമയത്താണല്ലോ ഈ പോക്കിരി രാജ, താന്തോന്നി, അങ്ങനത്തെ കുറെ സിനിമകൾ ഇറങ്ങുന്നത്. എനിക്ക് അന്നോട്ട് ഞാൻ ഭയങ്കര ഫാൻ ഗേളാണ്. ആ സമയത്ത് ലാലേട്ടൻ, മമ്മൂക്ക, അതായിരുന്നു ഒരു മെയിൻ ഫാൻ ബേസ്. അങ്ങനെയായിരുന്നു ലാലേട്ടൻ. അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നീ ആരുടെ ഫാനാ, ഞാൻ ഭയങ്കര പൃഥ്വിരാജ് ഫാനായിരുന്നു, ഞാൻ പൃഥ്വിരാജ് ഫാനാണെന്ന് പറയും. പക്ഷെ അതെനിക്ക് അങ്ങനെ ഇപ്പൊ വന്നൊരു ഇഷ്ടമല്ല, എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് അമർ അക്ബർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ രാജമംഗളിനോട് എപ്പോഴും പറയായിരുന്നു. ആ സമയത്ത് തന്നെ അവരുടെ സെറ്റിൽ തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറയും, നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ട കാര്യം, അവർക്ക് രാജമംഗളിനല്ലേ ഇഷ്ടം എന്ന് പറയുന്നത്. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. അതിപ്പോ രാജമംഗളിന് അറിയുമെന്നും കൂടി എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പണ്ട് വളരെ ചെറുപ്പം തൊട്ടുള്ളൊരു ഇഷ്ടമാണ് അത്. അങ്ങനെ വേറെ എന്താ പറയാ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടങ്ങളോ അങ്ങനെയൊന്നുമല്ല, എനിക്ക് കുഞ്ഞിലേ തൊട്ടേ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഒരുപാട് നന്ദി. താങ്ക് യു ചേച്ചി, സന്തോഷം.